അപ്പോൾ ദേ അങ്ങനെ നമ്മളുടെ സ്റ്റേക്കേഷൻ്റെ പാർട്ട് 5 എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാനുണ്ടാവും, പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാണ്ട് എനിക്കൊരു സമാധാനം കിട്ടണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബീച്ച് വരെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എൻ്റെ ആഗ്രഹം ഒന്ന് എന്താ പറയുക സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിന് പോലും നല്ല ചൂടാണ്. നമ്മൾ മണലിൽ ചവിട്ടുമ്പോൾ എത്രത്തോളം ചൂടുണ്ടോ ആ വെള്ളത്തിനും അത്ര കണ്ട് ചൂടുണ്ട്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ സാധിച്ചു. പിന്നെ അത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കുറേ വെറൈറ്റി ഐസ്ക്രീം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു സാധനം വാങ്ങിച്ചു. മാങ്ങയും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെയും കൂടെ മിക്സാണ്. ഇങ്ങനെ സ്ട്രോബെറിയൊക്കെ സ്ലൈസ് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ സാധാ നമ്മളുടെ ഒന്നില്ലെങ്കിൽ മാങ്ങേൻ്റെ ഫ്ലേവർ, സ്ട്രോബെറി അങ്ങനത്തെ സാധാ ഐസ്ക്രീമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സംഭവം നല്ല രസമുണ്ട്. ഒരു മധുരവും മറ്റേ സ്ട്രോബെറിയുടെ പുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാം. ഒരുപാട് കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ അങ്ങനെ ആൾക്കാരധികമൊന്നും ആയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 7 മണി 7:30 എന്തോ സമയം ആവണേയുള്ളൂ. അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇതാണ് നമ്മളുടെ ഗെയിം സോണിൻ്റെ ഏരിയ. എല്ലാവരും വന്നിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് ഇവിടെ വന്നപ്പം ഒരു ഗെയിം ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പന്ത് എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ അവർ നല്ലപോലെ റേറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പന്തിന് വരെ 25 ദിർഹംസ് ആണെന്ന് തോന്നുന്നു അവരവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആലോചിച്ചു, പിള്ളേരായിട്ടൊക്കെ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാലേ അവരുടെ പോക്കറ്റ് കാലിയാക്കാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം ഭയങ്കര അട്രാക്റ്റീവായിട്ട്, പ്രത്യേകിച്ചും പിള്ളേരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ പന്ത് എറിയണ ആ ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്കും അവരിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വാ 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 കളിക്കുന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും വീണില്ല. പിന്നെ ഐസ്ക്രീം ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം ഇവിടുന്ന് നമ്മളൊരു കോൾഡ് കോഫി എന്തൊക്കെയോ ഒരു സ്പാനിഷോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു സാധനം, പക്ഷെ ഞാൻ കുടിച്ചു നോക്കി, ഭയങ്കര കയ്പ്പാണ് കേട്ടോ. അവരൊട്ടും മധുരിട്ടിട്ടില്ല. പിന്നെ അതൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയാണ്. വീട്ടിൽ പോവാണ് കേട്ടോ. അയ്യോ സോറി, വീടല്ല, ഹോട്ടൽ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു വീലിലില്ലേ, രാത്രിയായല്ലോ. അപ്പോൾ അവർ കുറച്ചും കൂടെ കളറൊക്കെ അങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കളർഫുള്ളായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഉള്ള വൈബ് വേറെയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം പോലെയല്ലല്ലോ, കുറച്ചും കൂടെ എന്താ പറയുക, റോഡാണെങ്കിലും അതിൻ്റെ സൈഡിലെ വ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് അല്ലേ. അപ്പം നല്ല രസമാണ് ഇതിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു കടയുണ്ടായിരുന്നു, അവിടെ കയറി അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് ഒരു ട്രാംപോണുണ്ട്. നമ്മൾ തിരിച്ചു പോണത് ഇതിലായിരിക്കും കേട്ടോ. ഇനി ഞാനേ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ.